ഇതെന്താ എല്ലാം കൂടി ഇങ്ങനെ വാരി വലിച്ചിട്ടേക്കണമെന്ന് വിചാരിക്കരുത് കേട്ടോ. അതേ ഒരാൾ സാലറി കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ പർച്ചേസും കഴിഞ്ഞ് വന്നേക്കണതാണ്. ഇനി ഇതെല്ലാവരും സോർട്ട് ഔട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തെല്ലാമാണ് വാങ്ങിച്ചതെന്ന് നമുക്ക് കാണാം കേട്ടോ. വായോ. ഇത് നല്ല മുളക് പൊടിയും ഉപ്പും നാരങ്ങ നീരും ഒക്കെ തിരുമ്പി തിന്നാം. ആപ്പിൾ ഇതിൻ്റെ വയ്ക്കാം. അത് നമുക്ക് പഴം എങ്ങനെ വയ്ക്കാം. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളത് 3. പിന്നെ നമ്മുടെ പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻ 30 അണ്ട. ഒന്നുകൂടി എനിക്ക് വിട്ടുപോയി. ചിക്കുണ്ട്. ചിക്കു കുറച്ചേ മേടിച്ചുള്ളൂ. പഴുത്തതുണ്ടായിരുന്നില്ല. പഴുപ്പ് നോക്കി മേടിച്ച. ചിക്കുൻ്റെ ഷേപ്പ് ഉണ്ടോ? ഇങ്ങനെ വെക്കാം. ഇതിപ്പോൾ തന്നെ തിന്നാനുള്ളതാണ്. പിന്നെ നമുക്ക് തീരെയില്ല, ഒട്ടുമില്ല വെജിറ്റബിൾസ്. അയ്യോ. ഓക്കെ, ഇതാണ് ലെറ്റ്യൂസ് അല്ലേ ഇത്? യെസ്, ഐസ്ബർഗ് ലെറ്റ്യൂസ്. ഇത് ഞാൻ കണ്ടപ്പോൾ കുറച്ച് മേടിച്ചതാ. കുറച്ചല്ല, മറ്റേത് എന്നിട്ട് പറയാം ബ്രൂസൽ സ്പ്രൗട്ട്സ്. എന്നിട്ട് ബ്രൂസൽ അങ്ങനെ കോളിഫ്ലവർ, വെള്ളരി, പിന്നെ ബീട്രൂട്ട് ഫോർ ABC ജ്യൂസ്. തക്കാളി നല്ലത് കിട്ടിയില്ല കേട്ടോ. അത് നമ്മൾ നല്ലോണം നോക്കി എടുത്തില്ലെങ്കിൽ അവർ ആകെ പറ്റിക്കും നമ്മളെ. വെറുതെ തിന്നണോ? തക്കാളി ഉണ്ട്, പിന്നെ സവോള, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടല്ലോ ഒന്നുകൂടി. അതെ, ശരിയാണല്ലോ. ഇത് തന്നെ ഇതിന് കുറച്ച് ക്യാരറ്റ്, ക്യൂക്കമ്പർ മാത്രം. പിന്നെ ഫ്രൂട്ടിൽ ഒന്നുകൂടി ഫ്രൂട്ടാണോ എന്നറിയില്ല. ഇത് സ്വീറ്റ് കോൺ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ്. പിന്നെ ചൊപ്പയൊക്കെ എടുക്കണം. തേങ്ങ, ഇത് ഉരുളക്കിഴങ്ങ്,
കുറച്ച് പച്ചമുളക് മേടിച്ചു. നമ്മൾക്ക് പിന്നെ കുറച്ച് ലീമോൺ. ലീമോൺ ഇത് നമുക്ക് ABC അയ്യോ ലീമോണെന്ന് ഇതിൻ്റെ കൂടെ ഇത് കുറച്ച് ABC ജ്യൂസ് അടിക്കാനുള്ള എക്ക് ആപ്പിളിന് പകരം ആപ്പിൾ ഇല്ലാന്നുണ്ടെങ്കിൽ ആംല. ആപ്പിളിന് പകരം നെല്ലിക്ക. യെസ്. ഇത് ഞാൻ പുറത്തേക്ക് എടുക്കുന്നില്ല. അത് അതിൻ്റെ മേലേക്ക് ഇവിടെ വെച്ചാൽ മതി. തുറന്ന് വെച്ചോ. ഇത് ചീരയാണ്, ഫൈബർ. പച്ചക്കറി. ഇപ്പോൾ പച്ചക്കറി ഇത്രയും പച്ചക്കറിയാണ് വാങ്ങിച്ചാണ്. ചാണോ ഗ്രീൻ ഗ്രാം ഉഴുന്ന് ഗ്രീൻ പീസ് ഇത് സോയ പിന്നെ കുറച്ച് അതുണ്ട് വൻപയർ പൊടിയിൽ മൈദ കുറച്ച് മേടിച്ചു. പിന്നെ റവ, കല്ലുപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ വൻകതിർ ഈസി പാലപ്പപ്പൊടി, പിന്നെ ചായപ്പൊടി, കോഫി പൊടി, പിന്നെയാണ് നമ്മുടെ ഗ്രീൻ ടീ. നമ്മൾ ബ്രൗൺ ഷുഗർ മേടിച്ചു. ബ്രൗൺ ഷുഗർ പിന്നെ ബിസ്ക്കറ്റും കുറച്ച് ബൂസ്റ്റ്. ഇത് തുമ്മിപ്പഴേ അത് ചെവി അടിച്ചു. ഞാൻ പറയണ എനിക്ക് ഉള്ളിലാ കേൾക്കണം. ശരിക്കും എനിക്ക് തല ഇറങ്ങാണ്ട്. തുമ്മിപ്പോഴാണോ? ഇയർ ബാലൻസിന്റെ കുഴപ്പമുണ്ടാവും. എന്തായാലും ഇപ്പൊ എന്തായാലും കേൾക്കണില്ല, കുഴപ്പമില്ല. ഇതെന്താ? ഇതാണ് ടവലല്ലേ? മമ്മി കുളിക്കട്ടെ. മമ്മിക്ക് കുളിക്കണം. ഇങ്ങനത്തെ ടവലല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇങ്ങനത്തെ ടവലാണ് മമ്മി പറഞ്ഞത്. ആ അത് സാരല്ല, പിന്നെ വാങ്ങ വേറെ. ഇപ്പൊ തൽക്കാലം ഇത് മതി. ഇത് നല്ല സോഫ്റ്റ് ആണ്. ആണോ? തൊട്ടോക്കിട്ട് മേടിച്ചത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ പർച്ചേസ്. സാലറി കിട്ടിക്കഴിഞ്ഞാല് എപ്പോഴും ഫസ്റ്റ് വീക്ക് ഓഫ് ദ മന്ത് ഇങ്ങനെ ഒരു പർച്ചേസ് ഉണ്ടാവും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ ഈ മാസത്തേക്ക് നമ്മള് പിന്നെ ഒപ്പിച്ചെല്ലാനും. ഇതൊക്കെ ഇതെന്താ സംഭവം എന്നറിയോ? റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ. റൈസ് ബ്രാൻ ഓയിൽ. പിന്നെ ഒരു പിന്നെ ഇവൾക്ക് ഇങ്ങനെ ഈ സലാഡ്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ രാത്രിയിലത്തേക്ക് ഉണ്ടാക്കാൻ പോണ ഫുഡ് എന്തിനാന്ന് പറഞ്ഞേ? സീസർ സലാഡും ചിക്കൻ സീസർ സാലഡ്. സൂപ്പോ? സൂപ്പില്ലല്ലേ? സീസർ സാലഡും. അടുത്തത് എന്താന്ന് അറിയണേ? ഇപ്പൊ രാത്രി ഉണ്ടാക്കാൻ പോണ സലാഡും കാണിച്ചു തരാം കേട്ടോ. ഇനി പറയാനല്ലോ? ഇനി പറയാനില്ല. ഞാൻ വന്നിട്ട് ഇതൊക്കെ മേടിക്കാൻ തന്നെ 2 മണിക്കൂർ എടുത്തു. അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് വേറെ 2 മണിക്കൂർ ക്ലീനിങ്. അതിൻ്റെ ഇടയിൽ കൂടി ഇതും വെച്ചിട്ട് വീഡിയോ എടുക്കും. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോയി അത് ഉണ്ടാക്കിയേ വേണം. ഇതൊക്കെയാണ് സാധനങ്ങള്. അപ്പൊ കുട്ടി പോയിട്ട് വേറെ സലാഡ് ഉണ്ടാക്കിക്കോ. ലെറ്റ്യൂസ് എടുക്കട്ടെ. നമ്മുടെ ഞാൻ കുറെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ച് വാങ്ങിച്ച സാധനമാണ്. ഞാൻ ചമ്മി. പിന്നെ നിങ്ങളോട് പറയാൻ പറ്റില്ലല്ലോ. കുറച്ച് സ്റ്റാൻഡ്. ലെറ്റ്യൂസ് അല്ല ഇത്. ഇത് ക്യാബേജ് പോലെ ഇരിക്കുന്ന സാധനം. ബ്രൂസൽസ് സ്പ്രൗട്ട് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഞാൻ കഴിച്ചിട്ടില്ല. ഇത് കുറച്ച് നാളിൽ കഴിക്കണമെന്ന് വെച്ചിട്ടിരിക്കണം. അപ്പൊ ഇത് കണ്ടപ്പോ മേടിച്ചു. തന്നേക്കണം. നോക്കിയത് ഇവിടെ ഒരാൾ മുടിയൊക്കെ കെട്ടി ചുന്ദരിയായിട്ടിരിപ്പുണ്ട്. നോക്കട്ടെ. ഓഗോ ഇങ്ങോട്ട് നോക്കിയേ. മുടിയൊക്കെ കിട്ടി.